ഹായ് ഓൾ, ഇന്നത്തെ എൻ്റെ ലഞ്ച് ഒരു ഈസി വെജിറ്റബിൾ ബിരിയാണിയാണ്. അതിനാവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഉപ്പ് വെള്ളത്തിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. 2 കപ്പ് ബാസ്മതി റൈസ് നന്നായിട്ട് കൈവിട്ട് 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒരു പാനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ അതും മാറ്റി വെക്കുക. ഈ നെയ്യ് കളയണ്ട കേട്ടോ. ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുക്കുക. അതിനകത്തോട്ട് ആ നെയ്യ് തട്ടുക. പിന്നെ കുറച്ചും കൂടെ എക്സ്ട്രാ നെയ്യും കൂടെ ഇടുക. എന്നിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് എല്ലാം ഇട്ടിട്ട് വരട്ടി കൊടുക്കുക. എന്നിട്ടൊരു വലിയ സവാള അങ്ങോട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വരണ്ടതിന് ശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച പേസ്റ്റ് എടുത്ത് അതിലിട്ട് കൊടുക്കുക. അതും വരണ്ടതിന് ശേഷം മസാലകൾ ഇട്ട് കൊടുക്കാൻ ടൈമായി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ടേസ്റ്റിനനുസരിച്ച് മാറ്റി കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വരട്ടിയെടുക്കുക. നന്നായിട്ട് വരട്ടി അതിൻ്റെ പച്ചമണം എല്ലാം മാറണം കേട്ടോ. ആ സമയത്ത് നമുക്ക് കൊറിയാൻഡർ ലീഫും കൂടി ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഒരു വലിയ തക്കാളി അങ്ങോട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ അടിയിലുള്ള കട്ടി പിടിച്ച എല്ലാം അതങ്ങ് ഊരി വരുവേ. എന്നിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ യോഗോട്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുള്ള ടൈമായി. എടുത്തിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും തട്ടുക. ഞാൻ പിന്നെ തലേന്ന് ഒരു പിടി നമ്മുടെ ഗ്രീൻ പീസ് സോക്ക് ചെയ്ത് വെച്ചാൽ അത് കുക്കറിയിട്ട് വേവിച്ച് അതും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഗ്രീൻ പീസ് ഇടുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണേ. എന്നിട്ട് 4 കപ്പ് വെള്ളം, ഈ കപ്പിൽ തന്നെയാണ് ഞാൻ അരി അളന്നത്. അതുകൊണ്ട് ഈ കപ്പിൽ തന്നെ 4 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നാരങ്ങ നീര്, അര പീസ് നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കുക പാകമാണോ എന്ന്. എന്നിട്ട് നമ്മുടെ മാറ്റി വെച്ചിരുന്ന അരിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാൻ ടൈമായേ. എന്നിട്ട് ബോയിലാവുന്ന സമയത്ത് നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിം ആക്കണം. വിസിലൊന്നും വേണ്ട. 7 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 15 മിനിറ്റ് കുക്കർ തൊടാനേ പാടില്ല കേട്ടോ. ഞാൻ 15 മിനിറ്റ് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടിപൊളി കുക്കർ ബിരിയാണി ആയിക്കഴിഞ്ഞു. അതിൻ്റെ പുറത്ത് ഞാൻ കൊറിയാൻഡർ ലീഫും നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ മാറ്റി വെച്ചതെല്ലാം അങ്ങ് ഇട്ട് കൊടുത്ത് എന്നിട്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുത്ത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്കൊരു 20 മിനിറ്റ് ഇല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. പിന്നെ വല്ലവരുമൊക്കെ അരിഞ്ഞു തരാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.